വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് പായസമാണ് ചെയ്യണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് 3/4 കിലോ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കുക. നല്ലോണം ഇളക്കി അതൊരു നിറം മാറുന്നതോട് കൂടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. എന്നിട്ട് അതിൽ കുറച്ച് ബാക്കി വയ്ക്കണം കേട്ടോ. അതെന്തിനാണെന്നറിയോ, ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ആ മൂത്തത് നമ്മളത് പായസം മറ്റേ പരിപ്പെല്ലാം വെന്ത് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ള പോലെ കിട്ടും, ചെറുതായിട്ടൊരു കലച്ച പോലെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 5 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, പിന്നെ സിമ്മിൽ ആക്കിയിട്ട് ഒരു വിസിൽ, അങ്ങനെയാണ് ഞാൻ വരുത്തിയിരിക്കണം. എന്നിട്ട് അത് അപ്പോൾ പാകമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതിപ്പോൾ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ 1.5 കിലോ ശർക്കരയാണ് ഈ 3/4 കിലോ പരിപ്പിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനിയാക്കി വെച്ചിരിക്കുന്നത്. ആ ശർക്കരപ്പാനി നമ്മൾ ഈ പരിപ്പിലേക്ക്, വെന്ത പരിപ്പിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി തിളച്ച് കുറുകി വരട്ടെ. ഒരു പാകം കുറുകലാവണോട് കൂടിയിട്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 തേങ്ങയുടെ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലത്തെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കണം. 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി തിള വരണം. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള കുറുകലായി കഴിഞ്ഞാൽ അതിലേക്ക് 1ാം പാൽ തമ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ തമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത് കേട്ടോ. പിന്നെ അത് നമ്മൾ ഒന്ന് തിള പൊട്ടി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അതോടുകൂടി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആദ്യം ഞാൻ മുന്തിരിയാണ് വറുത്തെടുക്കണത്. അതിന് വേണ്ടിയിട്ട് മുന്തിരി പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഈ പായസത്തിലേക്ക് അങ്ങോട്ട് കൂട്ടി കൊടുക്കാം. നന്നായി മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. മാക്സിമം നന്നായി ചേർത്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ആ നെയ്യിലേക്ക്, ബാക്കിയിരിക്കുന്ന നെയ്യിലേക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതും ഈ പായസത്തിലേക്കാണ്ട് കൊട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ പരിപ്പ് പ്രഥമൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.